നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ ഇഗ്നോയുടെ എക്സാമുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ഏർലി ഡിക്ലറേഷൻ, അതായത് റിസൾട്ടിൻ്റെ ഏർലി ഡിക്ലറേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ റിസൾട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഏർലി അവർക്ക് എക്സാം എഴുതിയ ഉടനെ തന്നെ റിസൾട്ട് വേണമെന്നുള്ളവർ എക്സാമിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ റിസൾട്ടാണ് ഈ തവണ കുറച്ചുകൂടി നേരത്തെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ബാക്കിയുള്ളവരുടെ, അതായത് നോർമലായിട്ട് എക്സാം എഴുതിയിട്ടുള്ളവരുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. സാധാരണയായി ഇഗ്നോയുടെ റിസൾട്ടുകൾ എക്സാമുകളൊക്കെ കഴിഞ്ഞ്, അതായത് അവസാനത്തെ എക്സാം നമ്മുടെ ജാനുവരിയിലാണ് ലാസ്റ്റ് എക്സാം വരുന്നത്. ആ ഒരു എക്സാമുകളൊക്കെ കഴിഞ്ഞ് 45 ഡേയ്സിനുള്ളിലാണ് നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഈ ഒരു എക്സാം റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ എഴുതിയ സബ്ജക്റ്റിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് റിസൾട്ട് വരികയോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ആദ്യം എഴുതിയ സബ്ജക്റ്റിൻ്റെ റിസൾട്ടാണ് ആദ്യം വരിക, അങ്ങനെയുമില്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ നിങ്ങളുടെ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് പബ്ലിഷ് ആയിട്ട് വരിക. ചില സമയങ്ങളിൽ ഒരേ സെൻറ്ററിൽ തന്നെ ഒരേ എക്സാം എഴുതിയ 2 പേർക്ക് 2 ഡേറ്റിലായിരിക്കും എക്സാം റിസൾട്ട് പബ്ലിഷ് ആയിട്ട് വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരുമിച്ച് വരാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ ചങ്ങാതിക്ക് വന്ന്, അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് സാധാരണയായി ഇഗ്നോയിൽ സംഭവിക്കുന്നതാണ്. ഒരേ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരേ എക്സാം എഴുതിയ 2 പേർക്ക് വ്യത്യസ്ത ഡേയിലെ എക്സാം റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണയായി ഇഗ്നോയുടെ റിസൾട്ട് വരുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ആദ്യം തന്നെ വരിക, നമുക്ക് ഈ ഇഗ്നോ റിസൾട്ട് നോക്കാനുള്ള ലിങ്കാണ് ആദ്യം തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരിക. അതിനുശേഷം ഏർലി ഡിക്ലറേഷനുള്ള ആൾക്കാരുടെ റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് ഒരു 1 to 2 വീക്സിനുള്ളിൽ തന്നെ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ റിസൾട്ടും പബ്ലിഷ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ തവണ നമ്മളുടെ ഏർലി ഡിക്ലറേഷൻ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏർലി ഡിക്ലറേഷന് കൊടുത്തിട്ടുള്ള ആൾക്കാർ ആ ഒരു ഏർലി ഡിക്ലറേഷനിൽ പോയിട്ട് എക്സാം റിസൾട്ട് നോക്കേണ്ടതാണ്. ഇനി ഈ ഒരു എക്സാം റിസൾട്ട് ഏർലി ഡിക്ലറേഷന് കൊടുത്ത ആൾക്കാരുടെ കൂടെ തന്നെ ചില സമയങ്ങളിൽ 1-2 പേരുടെ ആൻസർ ഷീറ്റ് കൂടി അവർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏർലി ഡിക്ലറേഷന് കൊടുക്കാത്ത ആൾക്കാരുടെ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടാ മറ്റോ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിസംബറിൽ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിസൾട്ടുകൾ ഏകദേശം ജാനുവരി 25 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ആവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പബ്ലിഷ് ആകുന്നത് ഏകദേശം ഒരു 5% ആൾക്കാരുടെയോ അങ്ങനെ മറ്റേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി 95% ആൾക്കാരുടെ റിസൾട്ടുകൾ ഫെബ്രുവരി മാർച്ച് ഡേറ്റിലായിട്ടായിരിക്കും മാക്സിമം വരുന്നത്. ഫെബ്രുവരി പകുതി ആകുമ്പോഴേക്കും ഒരു 95% ആൾക്കാരുടെ റിസൾട്ടും അങ്ങനെ പബ്ലിഷ് ചെയ്ത് വരും. ബാക്കിയുള്ളവരുടെയാണ് കുറച്ച് ലേറ്റ് ആകുന്നത്. അപ്പോൾ ഫെബ്രുവരി മാർച്ചാണ് മെയിനായിട്ട് നിങ്ങൾ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. അതിൽ 3 ബാർ ഉണ്ടായിരിക്കും. ആ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് സർവീസ് സോൺ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതിൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് റിസൾട്ട് എന്നുള്ള ഭാഗം കാണാം. ആ ഒരു റിസൾട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ട് നമുക്ക് കാണാം. ടേം ആൻഡ് എക്സാം റിസൾട്ട് ഉണ്ട്, ഗ്രേഡ് കാർഡ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ടേം ആൻഡ് എക്സാം റിസൾട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ടിയർ റിസൾട്ട് ഫോർ ഡിസംബർ 2024 ഏർലി ഡിക്ലറേഷൻ. അതായത് ഏർലി ഡിക്ലറേഷന് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു പേജാണിത്. അവിടെ നിങ്ങൾക്ക് ഏർലി ഡിക്ലറേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് ചിലപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നോർമലി നമ്മുടെ റിസൾട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണാൻ നമുക്ക് ഡിസംബർ 2024 എക്സാം റിസൾട്ട് എന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എക്സാം ഹാളിലുള്ള എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളോ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കില്ല. ഏർലി ഡിക്ലറേഷന് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. അതായത് നിങ്ങളുടെ റിസൾട്ട് എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ആയിട്ട് വരാനുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് മെസ്സേജ് വരിക. ഒരു ജാനുവരി
25th മുതൽ നിങ്ങൾ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും റിസൾട്ടുമായിട്ട് പുതിയ അപ്ഡേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.